ചമ്മൽ കാരണം പകുതി വീഡിയോസ് എനിക്ക് ഇടും. പതുക്കെ എൻജോയ് ചെയ്ത ഫുഡ് കഴിക്കുന്ന ആള് ഏതായാലും ഇവിടെ വരെ ഒരുങ്ങിക്കെട്ടി വന്നതല്ലേ, അപ്പൊ നാലാളെ കാണിച്ചേക്കാം. ഞാൻ എന്തോ നേടി. അവരവരുടെ ടൈം എൻജോയ് ചെയ്തോണ്ടിരിക്കും. വായി നോക്കട്ടെ, ഒറ്റക്കിരുന്ന് വായി നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു കാര്യത്തിന് പോവാണ് ഗൈസ്. സംഭവം വേറൊന്നുമല്ല, ഞാനിങ്ങനെ കുറേ നാളായിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യം ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇന്ന് നമുക്കത് സാധിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റെഡി ആയിട്ട് പോകുന്നത്. ഞാനിങ്ങനെ ഭയങ്കര ഹൈപ്പൊന്നും കൊടുത്ത് പറയുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്നൊരു സോളോ ഡേറ്റിന് പോവാണ്. ഞാനിങ്ങനെ കുറേ വീഡിയോസ് കാണാറുണ്ട്, സോളോ ഡേറ്റ് ചെയ്യുന്നു, സോളോ ട്രിപ്പ് പോകുന്നു. എന്നെക്കൊണ്ട് ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ് സോളോ ട്രിപ്പ്, സോളോ ഡേറ്റിംഗ് ഒക്കെ. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നടന്നു. ഞാൻ ചെറുതിൽ മുതൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എങ്ങനെ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം. സർപ്രൈസ് അല്ല, ഞാൻ എനിക്ക് കൊടുക്കുമ്പോൾ സർപ്രൈസ് ആവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് എങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നിങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടിയ ആൻസറാണ് എന്നൊരു സോളോ ഡേറ്റിന് പോകാം. സംഭവം ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെയാണ് ആലോചിച്ചത് എന്നെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒറ്റയ്ക്കിരുന്ന് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം എന്നാ വിചാരിച്ചു, എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ തന്നെ ഞാനിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മിക്കവാറും ഞാനിന്ന് അവിടെ പോയിരുന്ന് മൊത്തത്തിൽ കുളമാക്കാനുള്ള പരിപാടികളൊക്കെ ഞാൻ കാണുന്നുണ്ട്. കാരണം എനിക്കിപ്പം തന്നെ ഒരു ചമ്മലൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ മിക്കവാറും ഞാൻ അവിടെ പോയിരുന്ന് ഫുഡ് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലതായിട്ട് കുളമാക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഒരു നല്ല അടിപൊളി ഫീലൊക്കെ കിട്ടുന്നത്. എന്നാൽ പിന്നെ ഇന്ന് തന്നെ അങ്ങ് പൊയ്ക്കളയാന്ന് വിചാരിച്ചു ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ വിചാരിക്കുന്നത് വെതർ സ്കൂളിൽ പോകാമെന്നാണ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇതിനു മുന്നേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ട്, സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എനിക്ക് ആക്ച്വലി അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റിൽ ബ്ലഡ് പുഡിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ ബ്ലഡ് പുഡിംഗ് ഇല്ല. അതാണെന്ന് തോന്നുന്നു ഡിഫറൻസ്. അത് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വിചാരിക്കുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ഞാൻ നിൽക്കുന്നത് ആക്ച്വലി ബെഡ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെഡ്ഫോർഡ് ടൗൺ സെൻറ്റർ. ബിക്കോസ് ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ കാണാനായിട്ട്. ഇവിടെ ഒരു റിവർ ഉണ്ട്. ഈ റിവറിന് തൊട്ടടുത്തായിട്ടാണ് ടൗൺ സെൻറ്റർ വരുന്നത്. അതിനും അടുത്തായിട്ടാണ് നമ്മുടെ വെതർസ്പൂൺ വരുന്നത്. ഇപ്പം ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, നല്ല അടിപൊളിയല്ലേ. എനിക്കിവിടെ സമ്മറിൽ ഇങ്ങനെ വന്നിരിക്കാനും ഇതിൽ കൂടെ ചുമ്മാ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്ഫോർഡ് ടൗൺ സെൻറ്ററിലോട്ട് പോകുന്ന ഏരിയ. ഇവിടെ ഇങ്ങനെ ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ബോട്ട് ലൈഫ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ വാൻ ലൈഫ് പോലെ തന്നെ ബോട്ട് ലൈഫ് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് ഇങ്ങനെ ബോട്ടൊക്കെ ഇങ്ങനെ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ ബെഡ്ഫോർഡ് കോളേജാണ്. നമ്മുടെ ഇവിടുത്തെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ +1 +2 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഫ് ഐ ആം നോട്ട് റോങ്, +1 +2 ആണ്. നേരത്തെ നമ്മൾ ബോട്ട് ലൈഫിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ബെഡ്ഫോർഡ് എല്ലാ 2 വർഷം കൂടുന്ന സമയത്തും ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കും. കഴിഞ്ഞ മെയ്യിൽ ആ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വള്ളംകളി പോലെ തന്നെ ബോട്ട് റേസ് ഉണ്ടാകും, അതുപോലെ തന്നെ കയാക്കിങ്ങിൻ്റെ റേസ് ഉണ്ടാകും. പിന്നെ ഈ റിവറിന് ചുറ്റും ഒരുപാട് ഏരിയ ഉണ്ട്, പാർക്ക് പോലത്തെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഗാംഗ്ര, അതുപോലെ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ പരിപാടികൾ, മ്യൂസിക് ഷോസ്, കുറേ ഗെയിം ഷോസ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ ഉണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ ആ ഒരു 2 ദിവസത്തെ പരിപാടിയാണ്. ആ 2 ദിവസവും ഭയങ്കര അടിപൊളിയാണ്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അത്രയും ഗ്രാൻഡായിട്ടുള്ളൊരു ഇതിനകത്ത് സെലിബ്രേഷൻ ഞാൻ കാണുന്നത്. നമ്മളിവിടുന്ന് ടൗൺ സെൻറ്ററിലോട്ട് പോകുന്ന വഴി ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്.
ഈ ബ്രിഡ്ജിൻ്റെ എനിക്ക് ഈ ബ്രിഡ്ജ് ഇഷ്ടം എന്താണെന്നറിയാമോ? ഈ ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ന്യൂ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് കൂടുതലും. കൺസ്ട്രക്ഷൻസ് ഒക്കെ പുതിയ കൺസ്ട്രക്ഷൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ കണ്ടോ, കൺസ്ട്രക്ഷൻസേ മാറി. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടോ? ഇത് പഴയ മോഡലായിട്ടുള്ള ഒരു ബിൽഡിങ്, ഒരു കൺസ്ട്രക്ഷനാണ്. ഇത് പുതിയതായിട്ടാണ്. എനിക്ക് ഇതിൽ കൂടെ നടക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ കയാക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ബോട്ട് റേസിൻ്റെ കാര്യവും പറഞ്ഞില്ലേ. ഇവിടെ ഇങ്ങനെ കയാക്കിങ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ എപ്പോൾ പോയാലും ഇങ്ങനെ കയാക്കിങ് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സമ്മർ ആവുന്ന സമയത്ത് എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യും. കാരണം വിൻ്റർ സമയത്ത് ഇവർക്ക് അങ്ങനെ പുറത്തിറങ്ങാനും ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തിരിക്കാനും ഒക്കെ ഒന്നും പറ്റത്തില്ല, ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ സമ്മർ ആവുന്ന സമയത്താണ് ഇവർ ശരിക്കും ലൈഫ് ഒക്കെ എൻജോയ് ചെയ്ത് കളർഫുൾ ആക്കുന്നത്. ഇവരിങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം കാമായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. സോ അപ്പോൾ ഈ സമ്മർ സമയത്ത് വെയിലൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് ഇവരിങ്ങനെ പുറത്തിങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കും. ഭയങ്കര സ്ലോ മോർണിംഗ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ നടന്ന് ചെന്നുകൊണ്ടിരിക്കുന്നത് വെതർ സ്പൂണിന്റെ മുന്നിലോട്ടാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മൊത്തം മാറാനുള്ള ചാൻസ് ഉണ്ട്. സംഭവം ഞാൻ ഇതിന് മുന്നും വെതർ സ്പൂണിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഇത് സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്തിനാ ഇത്ര പേടിക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ ആക്ച്വലി. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമ്മൾ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നത്. പിന്നെ എന്താ കുഴപ്പം? ഇവിടെ ഇരുന്ന് എന്നെ കൊണ്ട് പറ്റും, അയക്കാൻ. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മൾ പകത്തോട്ട് കയറാൻ പോവാണ്. നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ സ്മോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലാർജ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞാനൊരു സ്മോൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുവാണ്. അത് തന്നെ ധാരാളമായിരിക്കും. പിന്നെ ഒരു അൺലിമിറ്റഡ് ഹോട്ട് ഡ്രിങ്കിൻ്റെ ഒരു ഓഫറും കൂടി എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പോയിട്ട് ഓർഡർ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു വന്നിട്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. കൗണ്ടറിൽ ലൈൻ നിൽക്കുക കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നിരുന്നു. എനിക്കിവിടെ വന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് നല്ല ചമ്മലായിട്ട് വേല. ഞാൻ ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിരിക്കാന്ന് വിചാരിച്ച് ടേബിൾ അന്വേഷിച്ച് കിടന്നു. ഒരു ടേബിളും ഫ്രീ ഇല്ല. ലൈക്ക് അങ്ങനെ വിൻഡോ സീറ്റിൻ്റെ അടുത്തുള്ള ടേബിൾസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഫ്രീ ഇല്ല. കാരണം എല്ലാവരും ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ബുക്ക് വയ്ക്കുന്നവരുണ്ട്. അവരവരുടെ ഒരു ഇതിനകത്ത് അങ്ങ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മൂലക്കുള്ളൊരു ടേബിളിൽ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് വരെ ഇരിക്കാം, വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഡ്രിങ്ക് എടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് വെച്ചിട്ട് എന്ത് നോക്കാം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ സീറ്റ് മാറിയിരുന്നു. എനിക്ക് വിൻഡോൻ്റെ അടുത്ത് സീറ്റ് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ സീറ്റ് മാറിയിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അവിടെയായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, കഴിച്ചു തുടങ്ങാം. ഓക്കെ, ഇതാണ് ഞാൻ കഴിക്കാൻ വന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഞാനൊരു ലാറ്റ് എടുത്തു. കാരണം ചമ്മൽ കാരണം പകുതി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പുള്ളിക്കാരി എനിക്ക് സെർവ് ചെയ്ത സമയത്ത് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. പിന്നെ ലാറ്റ് എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ നോക്കി, പക്ഷേ എൻ്റെ ഫേസിൻ്റെ പകുതി അതിനകത്തുള്ളൂ. അപ്പോൾ കുറച്ച് അബദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല, നമുക്കപ്പോൾ കഴിച്ചു നോക്കാം. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ എനിക്കങ്ങനെ വലിയ ചമ്മലം തോന്നില്ല. അത് ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് കുറച്ച് ചമ്മലുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്നു, ഇപ്പോൾ കഴിക്കുന്നു, ഇപ്പോൾ വീഡിയോ എടുക്കുന്നു, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു കൂടിയില്ല. കാരണം ഇവിടെ എല്ലാവരും അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആർക്കും എന്നെ നോക്കി കളിയാക്കാനുള്ള സമയമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ ഇപ്പോൾ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി നല്ല ഒരു
കാരുണ്യമുള്ളൊരു ചിരിയാണ് ചിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചു തുടങ്ങാം. ഞാനേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പതിയെ കഴിക്കാം, എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം. ഞാനൊരു സ്ലോ ഈറ്ററാണ് ആക്ച്വലി. ഞാനിങ്ങനെ പതുക്കെ എൻജോയ് ചെയ്ത ഫുഡ് കഴിക്കുന്ന ആൾ. അപ്പം ഞാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടാകും ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നേ. ഫുഡ് വന്ന് കഴിച്ചു തുടങ്ങി. ഇപ്പം കണ്ടു, 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫുഡ് തീർന്നു. ഞാൻ അതിലേക്കായിരുന്നു കഴിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മുട്ടം വിശപ്പായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയത്. 5 മിനിറ്റ് കൊണ്ട് ഫുഡ് കഥം. അപ്പോൾ ഞാൻ പക്ഷെ വയറിറങ്ങി കേട്ടോ, വയറ് വല്ലാണ്ട് നിറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ടോസ്റ്റും കൂടി ഓർഡർ ചെയ്യാം. കാരണം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ടോസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് ഫീലാണ് എനിക്ക് പലപ്പോഴും. അപ്പോൾ നമുക്ക് ഒന്ന് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോസ്റ്റും കൂടി ഓർഡർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ ഇനി ഒരു തുള്ളി സ്ഥലമില്ല. പക്ഷെ എന്നാലും ഒരു മനസ്സിനൊരു കംപ്ലീറ്റ്നെസ് തോന്നാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഓർഡർ ചെയ്തേക്കാം. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ആയാലും കഴിക്കാമല്ലോ. മനസ്സിനെ തൃപ്തിപ്പെടുത്തിയിട്ട് എന്തായാലും ഞാൻ അവിടെ പോകുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്നാൽ പിന്നെ ഒരു ടോസ്റ്റും കൂടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ടോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ടോസ്റ്റ് അപ്പോൾ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ടോസ്റ്റ് കഴിക്കാം. ഇത് ഉറപ്പാണ് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷെ എന്നാലും ഫുഡ് വേസ്റ്റ് ആക്കില്ല കേട്ടോ. നമ്മൾ മാക്സിമം ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിച്ച് പോവാം. ടോസ്റ്റും കഴിച്ചു. അങ്ങനെ ഇപ്പോൾ വയറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോവാം, അങ്ങോട്ട് കിടന്നുറങ്ങാം, അത്ര തന്നെ. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരമായി ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടപ്പെന്ന് പറഞ്ഞ് നിർത്താൻ കഴിയും. രണ്ടാമത്തേത് ടോസ്റ്റ് കഴിക്കാൻ ഞാൻ കുറച്ചധികം ടൈം എടുത്തു. ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് അത് നന്നായിട്ട് എൻജോയ് ചെയ്താൽ കഴിച്ചത്. നല്ല ടൈം എടുത്ത് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് നല്ലോണം കഴിച്ചു. ഇനിയിപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് വിടാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് വിട്ടിട്ട് പുറത്ത് പോയിട്ട് നമുക്ക് നമ്മളായിട്ടിരുന്ന് തന്നെ വർത്താനം പറയണം. ഇവിടെ വരുമ്പോൾ അധികം നോയ്സ് എടുത്തൊന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ തിരക്കായിട്ടുണ്ട്. ലഞ്ച് ടൈമിനോട് അടുത്തായി എനിക്ക് തോന്നുന്നു. 11:30 കഴിഞ്ഞിട്ടുണ്ട്. അല്ല 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം. ഓക്കെ, നമ്മളെങ്ങനെ ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങി. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ എന്തായാലും കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഏതായാലും ഇവിടെ വരെ ഒരുങ്ങിക്കെട്ടി വന്നതല്ലേ, അപ്പോൾ 4 ആളെ കാണിച്ചേക്കാം. എന്തുകൊണ്ട് ഇന്ന് ഡേറ്റിന് പോകുന്നതുകൊണ്ട് തന്നെ, സോളോ ഡേറ്റ്. ഓക്കെ, സോളോ ഡേറ്റിന് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചുമ്മാ പോയാൽ പോരാ, നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരുങ്ങി പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നതാണ്. എന്നാൽ പിന്നെ 4 ആളെ കാണിക്കാം. അതാണ് എൻ്റെ മാക്സിമം ഒരുങ്ങൽ. അതിൽ കൂടുതൽ ഒരുങ്ങാൻ അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ കൂടെ ഒക്കെ നടന്ന് എനിക്ക് 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടെ അങ്ങ് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിപ്പോൾ വാങ്ങിയിട്ട് ബാക്കി നോക്കാം. ഓക്കെ, ഇവിടെ ബോഡി കെയർ ഉണ്ട്. അപ്പം ഞാൻ ബോഡി കെയറിൽ പോയിട്ട് എൻ്റെ ബോഡി വാഷും കുറച്ച് കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി വാങ്ങാമെന്ന്. ഞാനത് തൊട്ട് കയറുക.
ഓക്കെ, ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ബോഡിക്കാരൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് വീഡിയോ എടുക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു സംതിങ് ഇപ്പോൾ അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഫൈൻ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാരണം കുറച്ച് കണ്ടിന്യൂസ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു ഓഫാണിത്. അപ്പോൾ എനിക്ക് എൻ്റെ റൂം കുറച്ച് മെസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യണം. ഞാനെൻ്റെ ഫസ്റ്റ് സോളോ ഡേറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞില്ലല്ലോ, അടിപൊളിയായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഐ വാസ് ലൈക്ക് ഞാനെന്തോ നേടി എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പോയി, അത് ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളൊന്നുമല്ല. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ട് പോയിരുന്ന് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്തോ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതൊരു അടിപൊളി ഫീലാട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, ഞാൻ തകർത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു അത്രയല്ലേ ഉള്ളൂ. അത് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സംതിങ് സ്പെഷ്യൽ, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഞാൻ ഈ പാർക്കിൻ്റെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരാഗ്രഹം ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാന്ന്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും പാർക്കിൽ കിടക്കുന്നു, ബുക്ക് വായിക്കുന്നു, ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നു, അവരവരുടെ ടൈം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഞാനും എൻ്റെ ടൈം എൻജോയ് ചെയ്യും, എനിക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണലുണ്ട്, കണ്ടോ പൂക്കളൊക്കെ കണ്ടോ. ഇവിടെ പൂക്കളില്ല, അപ്പുറത്ത് പൂക്കളുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ നോക്കിയിട്ട് ഞാൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഈ റിവറിൻ്റെ അടുത്ത് വന്നിരിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ കാഴ്ച കാണിച്ചു തരാം. ഇതാണ് ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഇപ്പോൾ നല്ല ക്ലൈമറ്റും അല്ലേ, വെയിലും ഉണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് മരത്തിൻ്റെ താഴെ ചെയ്തുകൊണ്ട് നല്ല തണലും നല്ല തണുപ്പും, നല്ല അടിപൊളി വ്യൂ. ഈ 2025 തുടങ്ങിയ സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2025 തുടങ്ങിയ സമയത്ത് ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളത്. എനിക്ക് യൂട്യൂബ് ചാനൽ പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര മടിയല്ല കേട്ടോ. ലൈക്ക് നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കാണത്തില്ലേ, അതുപോലെ തന്നെ അയ്യോ എന്നെക്കൊണ്ട് പറ്റുമോ അങ്ങനത്തെ ഒക്കെ ഒരു സാധനം ഉണ്ടാവില്ലേ, അതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ പിന്നെ എന്നെ ഫോഴ്സ് ചെയ്ത് എൻ്റെ കൈയും തലയൊക്കെ കാണിച്ചിട്ടുള്ള കൈയും കാലും കാണിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തു തുടങ്ങി. പിന്നെ ഏതോ ഒരു സുപ്രഭാതത്തിൽ ഓക്കെ ഞാൻ കംഫർട്ടബിളായി എന്ന് തോന്നിയപ്പോഴേക്കും ഞാൻ എൻ്റെ മുഖം കാണിച്ചു തുടങ്ങി, വോയിസ് ഓവർ ഇട്ട് തുടങ്ങി. പിന്നെ ഇപ്പം ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു അടിപൊളി അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സെൽഫ് സോളോ ഡേറ്റിന് പോയി, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ, ഈ വ്യൂ ഒക്കെ ഒന്ന് കാണട്ടെ, കുറച്ച് വായി നോക്കട്ടെ, ഒറ്റയ്ക്കിരുന്ന് വായി നോക്കട്ടെ. അപ്പോൾ എന്തായാലും പിന്നെ കാണാം ഗൈസ്, ബൈ.